ഹലോ ഫ്രണ്ട്സ്, 2025 വർഷം അവസാനിക്കാറായി. നമ്മുടെ മലയാള സിനിമ കോവിഡിന് മുമ്പും കോവിഡിന് ശേഷം എന്നുള്ളതിനെ മാറ്റി ലോകയ്ക്ക് മുമ്പും ലോകയ്ക്ക് ശേഷം എന്ന് പറയുന്ന തലത്തിലേക്ക് എത്തിയിരിക്കുകയാണ്. നമ്മുടെ മലയാള സിനിമ പലപ്പോഴും കണ്ടന്റുകൾ വൈസ് വളരെ സമൃദ്ധമായിട്ടുള്ള ഒരു ഇൻഡസ്ട്രി ആണെങ്കിലും നമ്മൾ താര ആധിപത്യം അല്ലെങ്കിൽ ബാങ്കബിൾ ആയിട്ടുള്ള ആക്ടേഴ്സിനെ വെച്ചിട്ടാണ് കൂടുതൽ സമയവും സിനിമകൾ ചെയ്തിരിക്കുന്നത്. കാരണം പ്രൊഡ്യൂസേഴ്സിന് എപ്പോഴും താല്പര്യം ബാങ്കബിൾ ആയിട്ടുള്ള ആക്ടേഴ്സ്. ഉദാഹരണം പറയുകയാണെങ്കിൽ നമ്മുടെ ലാലേട്ടൻ, മോഹൻലാൽ, നമ്മുടെ മമ്മൂട്ടി, പൃഥ്വിരാജ്, ജയസൂര്യ, കുഞ്ചാക്കോ ബോബൻ, ഇപ്പൊ നമ്മുടെ പുതിയ സ്റ്റാർ ആയിട്ടുള്ള ടോവിനോ, ഇവരെല്ലാവരും ബാങ്കബിൾ ആയിട്ടുള്ള ആക്ടേഴ്സാണ്. ഇവർ വെച്ച് പടം ചെയ്ത് കഴിഞ്ഞാൽ പ്രൊഡ്യൂസേഴ്സിന് ലാഭം ഉണ്ടാവുന്നു, പ്രേക്ഷകർ സിനിമാ തിയേറ്ററിലേക്ക് വരുമെന്നുള്ള ധാരണ നമ്മുടെ പ്രേക്ഷകരുടെ ഇടയിലും പ്രൊഡ്യൂസറുടെ ഇടയിലും തന്നെയുണ്ട്. പക്ഷേ അങ്ങനെ നമ്മൾ നോക്കുമ്പോൾ നമ്മൾ കണ്ടന്റുകൾ, നമ്മുടെ ആശയങ്ങൾ, സിനിമയ്ക്ക് കൊടുക്കേണ്ട ആശയങ്ങൾ കുറഞ്ഞു പോകുന്നതായിട്ട് നമ്മൾ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. അത് ശരിയുമാണ്. എന്നാൽ കണ്ടന്റ് ഉള്ള സിനിമകൾ നമ്മൾ സ്വീകരിച്ചിട്ടുണ്ട്. അതിന് ഏറ്റവും നല്ല ഉദാഹരണമാണ് ലോക. പക്ഷെ ഇതിനു മുമ്പ് നമ്മൾ കണ്ടന്റുള്ള സിനിമകൾ വന്നിട്ടുണ്ട്. മഞ്ഞുമൽ ബോയ്സ് അതിനൊരു ഉദാഹരണമാണ്. 2018 അതിനൊരു ഉദാഹരണമാണ്. പക്ഷേ ബാങ്കബിൾ ആയിട്ടുള്ള ആക്ടേഴ്സിനെ മാത്രം വെച്ച് സിനിമ ചെയ്യുമ്പോൾ പ്രതിഭകളുള്ള പലർക്കും അവരെ കഴിവുകൾ തെളിയിക്കാൻ പറ്റാതെ വരികയും തെളിയിച്ചിട്ടുള്ള പല പ്രതിഭകളും വഴിയിൽ അവരുടെ യാത്രകൾ മുടങ്ങി പോവുകയും പിന്നെ അവർക്ക് തുടരാൻ പറ്റാതെ വരുന്ന അവസ്ഥയുണ്ടായിട്ടുണ്ട്. ഈ ലോക പോലെയുള്ള സിനിമകളുടെ വരവോടെ നമുക്ക് ഒരു സൊല്യൂഷൻ കിട്ടുന്നു. കാരണം പ്രതിഭകളുള്ള, ആശയങ്ങളുള്ള, ടാലൻ്റുള്ള നടന്മാരും നടിമാരും ഡയറക്ടേഴ്സും റൈറ്റേഴ്സും ഉള്ളൊരു സഹായവും പ്രോത്സാഹനവും ലോക പോലുള്ള സിനിമ കൊണ്ടുവരുമെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇത്രയെല്ലാം മാറ്റങ്ങൾ മലയാള സിനിമയിൽ ഉണ്ടായിട്ടും ഒരു പ്രിവിലേജ്ഡ് ആയിട്ടുള്ള ഒരു ബാരിയർ ഇപ്പോഴും മലയാള സിനിമയിലുണ്ട്. ടാലൻ്റ് ഉള്ള, കമ്മിറ്റഡ് ആയിട്ടുള്ള ആളുകൾക്ക് ഒരു സ്പേസോ ഓപ്പർച്യൂണിറ്റിയോ ഇപ്പോഴും ലഭിക്കുന്നില്ല. അവർക്ക് അവരുടെ കണ്ടന്റുകൾ സംസാരിക്കാനായിട്ടുള്ള അവസരങ്ങളോ അല്ലെങ്കിൽ പ്രൊഡക്ഷൻ ടീമിനോ ലഭിക്കുന്നില്ല. പലപ്പോഴും പല റൈറ്റേഴ്സ് അല്ലെങ്കിൽ കണ്ടന്റ് ക്രിയേറ്റേഴ്സ് ഇതൊന്ന് ബാക്ക് ഔട്ട് ചെയ്യുന്നതിന്റെ മെയിൻ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ ക്രിയേഷൻസ്, അവരുടെ ക്രിയേറ്റിവിറ്റി മോഷ്ടിക്കപ്പെടുമോ എന്നുള്ള ഭയമാണ്. അതെല്ലാം അവസാനിക്കണം. സിനിമാ നടന്മാർ അല്ലെങ്കിൽ ബാങ്കബിൾ ആയിട്ടുള്ള ആക്ടേഴ്സിന്റെ പുറകെ മാത്രം പോവാതെ കണ്ടന്റ് ക്രിയേറ്റ് ചെയ്യുന്ന ജെന്യുവൻ ആയിട്ടുള്ള ടാലന്റഡ് ആയിട്ടുള്ള കണ്ടന്റ് ക്രിയേറ്റേഴ്സിന് അവസരം കൊടുക്കണം. അതിനോടൊപ്പം തന്നെ സിനിമ മേഖലയിലെ അല്ലെങ്കിൽ ഈ സിനിമയെ തന്നെ മൊത്തത്തിൽ താങ്ങി നിർത്തുന്ന അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്യുന്ന ടെക്നീഷ്യൻസിന് നമ്മൾ അവസരം കൊടുക്കണം. എന്നാൽ മാത്രമാണ് നല്ല സിനിമകൾ മലയാള സിനിമയിൽ ഉണ്ടാകും. അപ്പോൾ പ്രൊഡ്യൂസേഴ്സിന് നഷ്ടമില്ലാതെ നല്ല സിനിമകളും പ്രേക്ഷകർക്ക് ഇഷ്ടപ്പെടുന്ന നല്ല സിനിമകളും നമുക്ക് ചെയ്യാൻ കഴിയും.